എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ? സാധാ നാടൻ ചിക്കൻ ഫ്രൈ അല്ല, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചിക്കൻ ഫ്രൈ നോക്കിയാലോ? അപ്പോൾ അപ്പം ചിക്കൻ ഇത് 1 കിലോ ചിക്കനൊന്നും ഇല്ല, ഒരു അര കിലോയും കാണത്തില്ല, ഒരു 300-350 ഗ്രാം ചിക്കനായിരിക്കും ഇത്. നിങ്ങളുടെ ചിക്കൻ്റെ അളവനുസരിച്ച് വേണം ഈ സാധനങ്ങളെല്ലാം അതിൻ്റെ കൂടെ ചേർക്കാൻ. ഓക്കെ, അപ്പം ഇത് ഡ്രെയിൻ ചെയ്ത് വെച്ച ചിക്കനാണ്. ഈ ചിക്കൻ വെള്ളത്തോടെ നമ്മൾ ഒരിക്കലും മിക്സ് ചെയ്യരുത്. നല്ലതായിട്ട് ഡ്രെയിനായിട്ട് നമ്മൾ വേറൊരു ബൗൾ എടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് വേറൊരു ബൗൾ വരും. അപ്പം നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റിയേക്കുവാണ്. ഈ ബൗളിൽ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം ചിക്കൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ആദ്യം എന്തെടുക്കും ഇഷ്ടം കോൺഫ്ലോർ ഒരു ഞാൻ എടുക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂണാണ്. നിങ്ങൾ അതായത് എൻ്റെ ചിക്കൻ 350 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ചിക്കൻ്റെ നിങ്ങൾക്ക് 1 കിലോ ചിക്കൻ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർക്കേണ്ടത്. എനിക്കിവിടെ ഇപ്പം ഇത്രയും ചിക്കനെ ഉള്ളത് കൊണ്ടാണ് ഞാൻ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കോൺഫ്ലോർ, പിന്നെ മൈദ ഒരു 3 ടേബിൾ സ്പൂൺ. ചിക്കൻ കൂടുതലാണെങ്കിൽ ഒരു 4 to 5 ടേബിൾ സ്പൂൺ മൈദ എടുത്തോ. അതിൻ്റെ ചിക്കൻ ഇത്ര ഉള്ളതുകൊണ്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ മൈദ. പിന്നെ വിനീഗർ ഒരു 2 ടേബിൾ സ്പൂൺ. 2 വേണ്ട, 1.5 മതി. ടേബിൾ സ്പൂൺ വിനീഗർ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുട്ടയുടെ വെള്ളയാണ്, എഗ് വൈറ്റ്. ഒരു മുട്ടയുടെ മതി. അത് നമ്മൾ സൂക്ഷിച്ചാണ് പൊട്ടിക്കുക. കുട്ടികളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അമ്മയുടെയൊക്കെ സഹായം ചെയ്യെടുക്കുക. കാരണം കുറച്ച് പാടാണ് ഇതിനെ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യാൻ. എഗ് വൈറ്റ് മാത്രം എടുക്കുക. അപ്പം ഒരു എഗ് വൈറ്റും കൂടെ നമ്മൾ എടുത്തു. അപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത് എന്തൊക്കെയാണ്? കോൺഫ്ലോർ, മൈദ, പിന്നെ ഒരു എഗ് വൈറ്റ്, വിനീഗർ. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും. അതിപ്പോൾ നിങ്ങൾക്ക് ഗാർലിക് പൗഡർ ആണുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. എനിക്ക് ഗാർലിക് പൗഡർ ഇല്ല, അതുകൊണ്ട് നമുക്കിത് ഒന്ന് ഗാർലിക് പേസ്റ്റ് ആക്കാം. ഗാർലിക് ആൻഡ് ജിഞ്ചർ പേസ്റ്റ്. ജിഞ്ചർ പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. പൗഡർ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പേസ്റ്റ് ആയിട്ട്. ഇപ്പം ഞാൻ ഇത്രയും ചിക്കൻ എടുത്തിരിക്കുന്ന ഒരു 7 വെളുത്തുള്ളി, 7 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 1/2 ഇഞ്ചി. എന്താണ് എൻ്റെ പരിപാടി? സാധനം ഉണ്ടാക്കുക. ഞാൻ ഹെൽപ്പ് ചെയ്തായിരുന്നോ? ഹെൽപ്പ് ചെയ്തായിരുന്നു. ചർച്ച ചെയ്തായിരുന്നു. ഞാൻ ചർച്ച ചെയ്തേ. അപ്പോഴത്തേക്ക് നമുക്ക് ഉപ്പിടാം. ഉപ്പൊരു ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പം ഞാനിപ്പം ഒരു 1/2 ടീസ്പൂൺ ഉപ്പായിരിക്കും ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളിടുക. ഇനി നമുക്ക് പെപ്പർ പൗഡർ ഇടാം. പെപ്പർ പൗഡറിൽ അതും എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ എരിവ് ഒത്തിരി വേണമെങ്കിൽ അത്രയും പെപ്പർ പൗഡർ എടുക്കാം. ഞാനിപ്പോൾ ഒരു 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. നമ്മൾ വേറെ എരിവൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല, പെപ്പർ പൗഡറിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. ഇനി ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അത് അപ്പോഴത്തേക്കും ചതച്ചോണ്ട് വന്നു. അപ്പോൾ ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇതൊക്കെ മിക്സിയിലിട്ട് അരയ്ക്കുന്നതിലൊക്കെ നല്ലത് ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടും. സോയാ സോസ് ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിനകത്തിരിക്കുകയാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഡാർക്ക് സോയാ സോസാണ്. ചിലർക്ക് ലൈറ്റ് സോയാ സോസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പം ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ സോയാ സോസിൻ്റെ എമൗണ്ട് നമ്മൾ കൂട്ടണം, ക്വാണ്ടിറ്റി കൂട്ടണം. ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ കുറച്ച് എടുത്താൽ മതി. ഇപ്പം ഞാൻ ഡാർക്ക് സോയാ സോസ് ഒരു 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ എടുക്കുന്നെങ്കിൽ ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ അത് 2 ടേബിൾ സ്പൂൺ ഡബിൾ എടുക്കണം. എന്നാലേ അതിൻ്റെ കറക്റ്റ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചിക്കനകത്ത് കോൺഫ്ലോർ, മൈദ, വിനീഗർ, എഗ് വൈറ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെപ്പർ പൗഡർ, ഉപ്പ്, സോയാ സോസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ എല്ലാം പുരട്ടി ഇനി ഇത് അതായത് മാരിനേറ്റ് ചെയ്തു. ഇനിയിപ്പം ഇതൊരു 15 to 20 മിനിറ്റ്സ് നമ്മൾ മാറ്റി വെക്കണം. എന്നിട്ട് ഇതെടുത്ത് ഫ്രൈ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കോട്ടിംഗ് ഒക്കെ കറക്റ്റായിട്ട് ഇതിനകത്തൊന്ന് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നേരം മാറ്റി വെക്കുന്നത്. അപ്പം കുറച്ച് നേരം നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മാരിനേഷന് വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാത്തിലും പിടിച്ചു കാണും. 20 മിനിറ്റ്സ് ആയി. അപ്പം എല്ലാം പിടിച്ചു കാണും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കണമെന്ന് പറഞ്ഞത് ഭയങ്കര ഡീപ്പ് ഫ്രൈ അല്ല, വലുതായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കരുത്. ജസ്റ്റ് ഒരു എന്താണ് പറയുന്നത്, ഡീപ്പ് ഫ്രൈ അല്ലാതെ ഷാലോ ഫ്രൈ, അതാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ആദ്യം സ്റ്റവ് കത്തിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ പാനൊന്ന് ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കേണ്ടത്. കോക്കനട്ട് ഓയിൽ ഒഴിക്കരുത്. സൺഫ്ലവർ വെജിറ്റബിൾ ഓയിലേ ഒഴിക്കാൻ പാടില്ല. സൺഫ്ലവറോ ഏതെങ്കിലും വെജിറ്റബിൾ ഒഴിക്കും. അപ്പം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ഒഴിക്കാം. അപ്പം നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ബാച്ച് ഇതിങ്ങനെ ഇടാവുള്ളൂ. കാരണം നമ്മൾ ഒത്തിരി അങ്ങോട്ട് മിക്സ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഇളകി വരാൻ പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ മാക്സിമം കുറച്ചൊരു സ്പേസ് ഇട്ടിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് ഫ്രൈ ആവുമ്പോഴും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ തിരിച്ചിട്ടു. ഒരു സൈഡ് മുരിഞ്ഞു, അതായത് ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് തിരിച്ച് കാണാം. അപ്പോൾ ഒരു സൈഡ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അടുത്ത സൈഡും കൂടെ ഇതാവാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചിട്ടു. അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് നമ്മളിട്ട ചിക്കനൊക്കെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് ഈ ഒരു കളറാണ് വരേണ്ടത്. സെക്കൻഡ് ബാക്കിയിരിക്കുന്ന ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോഴേ ഇതിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്യണ ഈ റെസിപ്പി. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് ഞാൻ പുറത്ത് വരികയാണ്, നമുക്ക് ഇഷ്ടപ്പെടും. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പെട്ടിപ്പത്തിരിയാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേര് പറയുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പെട്ടിപ്പത്തിരി എന്ന് പറയും. ഒരു പക്ഷേ ഇതിന് ബോക്സ് ഷേപ്പ് ആയതുകൊണ്ടായിരിക്കാം, സ്ക്വയർ പത്തിരി. അപ്പം ഞാനിതിൻ്റെ കൂടെ ഒരു 3 പെട്ടിപ്പത്തിരിയും കുറച്ച് ചിക്കൻ ഫ്രൈ ആണ് കഴിക്കുന്നത്. അടിപൊളി. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊക്കെ കറക്റ്റാണ്, എല്ലാം കറക്റ്റാണ്, അടിപൊളി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.